Hello, welcome to Market Discussion of the Day. Today, June 2nd, 2025, Monday ആണ്. സോ പുതിയൊരു വീക്കാണ്, പുതിയൊരു മന്താണ്, സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ ഈ ക്വാർട്ടറിലെ ലാസ്റ്റ് വീക്കുമാണ്, ഈ ക്വാർട്ടറിലെ ലാസ്റ്റ് മന്തുമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അതും മാർക്കറ്റിനെ ഈ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട്, മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട്, നമ്മളുടെ പുതിയ ബാച്ച് എല്ലാ ചൊവ്വാഴ്ചയും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നാളെയും സ്റ്റാർട്ട് ചെയ്യും. 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് സമയം ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ആ ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക. വെറുതെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് മെസ്സേജ് അയക്കാതിരിക്കുക. ഇതിൻ്റെ ഒരു എന്താ പറയുക, വെറുതെ നമ്മൾ ടൈം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, അത് മാത്രമല്ല, ഒരു മാസത്തിന് ശേഷം ജൂലൈ 1 മുതൽ നമ്മളുടെ ഒരു പെയ്ഡ് സെഷനും നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഒരുപാട് പൊളിറ്റിക്കൽ, നമ്മൾ എല്ലാ ആഴ്ചയിലും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ ഇന്നലെയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഉക്രൈൻ റഷ്യ സംഘർഷം കുറച്ചുകൂടെ പീക്കിലോട്ട് പോയി. ഉക്രൈൻ വലിയൊരു ഡ്രോൺ അറ്റാക്ക് ഇന്നലെ രാത്രി നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഇന്ന് പീസ് ഡീലിന് സെക്കൻഡ് സിറ്റിങ്ങിന് എന്താ പറയുക, നമ്മുടെ റഷ്യ ഉക്രൈൻ ഒരുമിച്ചിരിക്കാനായിട്ട് തുർക്കിയിൽ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അതിൻ്റെ തലേന്ന് ഉക്രൈൻ പോയി പൊട്ടിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അതെങ്ങനെയാണ് റഷ്യ തിരിച്ചടിക്കുന്നത്? ഉറപ്പായിട്ടും റഷ്യ തിരിച്ചടിക്കും, അല്ലേ? റഷ്യ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നതെന്നും അതെങ്ങനെയാണ് മാർക്കറ്റിൽ കാണിക്കുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടി തന്നെ ഇരിക്കുന്നു. സോ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ജസ്റ്റ് ഇന്നലെ തന്നെ ഗോൾഡിൻ്റെയൊക്കെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോൾഡൊക്കെ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ചിലപ്പം ഈ ഒരു റീസൺ കൊണ്ടാവാം മുകളിലോട്ട് പോയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ജർമ്മനിയിലൊക്കെ ഒരുപാട് എന്താ പറയുക റാലി നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ഉക്രൈന് ഇതേപോലെ ആയുധങ്ങൾ കൊടുക്കുന്നത് കൊണ്ട്, ഉറപ്പായിട്ടും ഉക്രൈനെ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലായത് കൊണ്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു റാലി നടന്നത്, അല്ലേ? സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 25% താരിഫ് സ്റ്റീൽ ആൻഡ് അലൂമിനിയത്തിന് വെച്ചുകൊണ്ടിരുന്ന 25% താരിഫ് മാറി അത് 50% ജൂൺ 4 മുതൽ ആകും എന്നുള്ളൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് ഈ വീക്കെൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉറപ്പായിട്ടും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഗോൾഡിൻ്റെ പ്രൈസിനെ ആയിരിക്കും. ഗോൾഡ് മുകളിലോട്ട് വീണ്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റി തുറന്ന് ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്, പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ. ഓക്കെ, സോ നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പായിട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ന്യൂസുകളിൽ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ന്യൂസ്, ഇന്ന് ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. ആ ഒരു ന്യൂസ് നമ്മൾ നോക്കിയിരിക്കാം. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നിരുന്നാലും ഓക്കെ, ഒരു മീഡിയം ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ന്യൂസാണ്. അതേപോലെ ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, വൈകുന്നേരം 6 മണി UK ടൈമിങ് 6 മണിക്കാണ് ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറുക, പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, നാളെ യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട്. അതിനുശേഷം ജോൾഡ് ജോബ് ഓപ്പണിംഗ് 3 മണിക്കുണ്ട്. ഇത് രണ്ടും ഓക്കെയാണ്. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ എന്നാലും യൂറോ സോണിൽ നിന്നുള്ള ന്യൂസ്, യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് നോക്കിയിരിക്കുക. മറ്റന്നാൾ ബുധനാഴ്ച ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം വലുതായിട്ട് ഒരു മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് മാത്രമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളല്ല. വ്യാഴാഴ്ച നമുക്ക് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഓക്കെ, ഇതാണ് വ്യാഴാഴ്ചയുള്ള ന്യൂസുകൾ. അപ്പോൾ ഇതൊന്നും എത്രമാത്രം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം വെള്ളിയാഴ്ച നമുക്ക് നോൺ ഫാം പേറോൾ ഉണ്ട്. NFP വീക്കാണിത്. നോൺ ഫാം പേറോൾ വീക്ക് ആയതുകൊണ്ടിട്ട് തന്നെ ബാക്കി എല്ലാ ന്യൂസുകളും
അല്ലെങ്കിലേ ബാക്കി എല്ലാ ന്യൂസുകളും ഒരു മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ഇന്നത്തെ ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇന്നത്തെ ഫെഡ് ചെയറിൻ്റെ സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കൂടെ ഞാൻ പറയാം. ഓക്കെ, സോ ഇന്ന് ഫെഡ് ചെയറിൻ്റെ സ്പീച്ചിന് മുന്നേ ആയിട്ട് ലഗാർഡിൻ്റെ സ്പീച്ചും ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. കാരണം പുള്ളിക്കാരത്തി കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ US ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങളും എന്താ പറയുക, യൂറോയ്ക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം. അതൊരു ഒരു 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 US എന്താ പറയുക, ഈ പല രാജ്യങ്ങൾക്കും അത് ഇപ്പം പുള്ളിക്കാരൻ ഇറക്കിയിട്ടുള്ള താരിഫിനൊക്കെ എതിരായത് കൊണ്ടിട്ട് തന്നെ യൂറോ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് യൂറോയ്ക്ക് വളരാൻ പറ്റുന്നൊരു സമയമാണ് എന്നൊക്കെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിന് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫെഡ് ചെയറിൻ്റെ ഇമ്പോർട്ടൻസ്, ഫെഡ് ചെയർ പവലിൻ്റെ ഈ ആഴ്ചത്തെ സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച കോടതിയിൽ നിന്ന് എന്താ പറയുക ഒരു 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 വിധി വന്നിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ താരിഫൊന്നും ഏർപ്പെടുത്താനായിട്ട് ഉള്ള അധികാരം ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റിന് അല്ല ഉള്ളതെന്നുള്ളൊരു കാര്യത്തിനകത്ത്. ഓക്കെ, അപ്പം അതിനുശേഷം പവലിൻ്റെ ഫസ്റ്റ് സ്പീച്ചാണ്. അപ്പോൾ പവൽ എന്ന് പറയുന്ന ഒരാളും ഡൊണാൾഡ് ട്രംപും തമ്മിലൊരു ഫ്രിക്ഷൻ നേരത്തെ ഉണ്ട്. ഓക്കെ, സോ അത് കാരണം എന്തായി തീരും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കി കാണേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ അത് ന്യൂസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് BBC-യിലോ എനിക്കറിയില്ല, നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ലൈവായിട്ട് തന്നെ കാണാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ട്രേഡിംഗ് ക്ലാസ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലൈവായിട്ടുള്ള ലിങ്കും ഞാൻ അയച്ചു തരാവുന്നതാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ, JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ, JPY നമ്മളിപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 1 മിനിറ്റ്. ഓക്കെ, ഇന്ന് രാവിലെ എൻ്റെ MetaTrader 5 ലാപ്ടോപ്പിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട്, ലാപ്ടോപ്പിൻ്റെ പ്രശ്നം പറ്റിയതാണോ MetaTraderൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റുന്നില്ല, അതാണ് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. ഓക്കെ, സോ USD JPY 142.863 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ അറിയില്ല. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി 144 നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ലോ പോയ 142.2 ആ ഒരു റേഞ്ചിലൊക്കെ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസിൽ വെച്ചിട്ട് നമുക്കൊരു ബൈ എടുക്കാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. 142 അവിടെ നിന്നുള്ളൊരു ബൈ, 141.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 142 ബൈ ആണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USD നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, യൂറോ ഇപ്പം നിൽക്കുന്ന കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.14185 മാർക്കറ്റ് രാവിലെ തന്നെ ഒരുപാട് മുകളിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. യൂറോ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ യൂറോയിൽ അധികം ട്രേഡ് ചെയ്യുന്ന ആളല്ല. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഓപ്പർച്യൂണിറ്റി 1.1100 അല്ലെങ്കിൽ 1.100 മാർക്കറ്റ് വരുമ്പോൾ ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ചെറിയ ഒരു വയ്യായ്മയുണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇതായിട്ട് സംസാരിക്കാനായിട്ടും പറ്റാത്തത് കേട്ടോ. ഓക്കെ, അപ്പം 1.100 എന്ന് പറയുന്ന റേഞ്ചിൽ നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 to 7 മന്ത്സിൽ ഉറപ്പായിട്ടും എനിക്കറിയാം നിങ്ങൾക്ക് സ്വാപ്പ് ചാർജ് ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് സ്വാപ്പ് ചാർജ് ഇല്ലാത്ത സ്വാപ്പ് ഫ്രീ അക്കൗണ്ടുകളൊക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ഈ പറയുന്ന യൂറോയും എന്താ പറയുക നമ്മുടെ GBP നമുക്ക് ലോങ്ങർ ടേമിലോട്ടൊരു ബൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ യൂറോ എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 1.100 എന്ന് നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്ക് ഒരു $15,000 പ്രോഫിറ്റ് ഒരു വർഷം കഴിയുമ്പോൾ $15,000 ആയിരിക്കും അതിനകത്തുണ്ടാവുന്ന പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഓപ്പർച്യൂണിറ്റി എടുത്തു പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ നേരത്തെ
100 അല്ലെങ്കിൽ 0200 വന്ന സമയത്ത് യൂറോ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ലോട്ട് എടുത്ത ഒരാളുടെ പ്രോഫിറ്റ് ഇന്ന് $13,000. ഓക്കെ, അത് വിറ്റ് കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷേ $13,000 അത് വെറും 6 മാസം മുന്നേ കഴിഞ്ഞ ജാനുവരി ഫെബ്രുവരി സമയത്ത് നടന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ 1 മന്ത് ചാർട്ട് എടുത്താൽ പോലും, സോ ഇത് കണ്ടോ, 1 മന്ത് എടുത്താൽ പോലും ജാനുവരി 25-ന് 1.016 നിന്നെയാണ് അല്ലേ. സോ അവിടെ നിന്നാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് 1200 പിപ്പോളം മുകളിലോട്ട് പോയത്. ഓക്കെ, സോ വീണ്ടും എനിക്ക് പറയാനായിട്ടുള്ളത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് പോവുക എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക ആ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ അതേപോലെ എന്താ പറയുക, നമ്മുടെ GBP USD നോക്കിയാൽ, GBP USD നമ്മൾ നോക്കുമ്പോൾ കറണ്ട്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.35358 ആ റേഞ്ചിലാണ്. മാർക്കറ്റ് രാവിലെ തന്നെ മുകളിലോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. താഴോട്ട് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അവിടെയും ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു ബൈ എന്ന് പറയുന്നത് 1.300 തന്നെയാണ്. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് ഒരു 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. പക്ഷേ അവിടെ GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, GBPയിൽ നമുക്ക് ഇപ്പോൾ കറണ്ട്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ലൈറ്റ് പോയി, അതാണ് ഇപ്പോൾ ഒരു വെട്ടക്കുറവ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ നേരത്ത് ലൈറ്റ് വരുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് തന്നു. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. GBPയിലുള്ള ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ GBP സപ്പോസ് എന്താ പറയുക, GBP 1.3500 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും 1.3500 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും പിന്നീട് നമുക്ക് ഈ 1.300 എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതും മനസ്സിൽ ഓർമ്മിപ്പിച്ച് തന്നെ ഇരിക്കുക. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗോൾഡ് XAU USDയിലോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കറണ്ട്ലി നിൽക്കുന്നത് 3345. ഇന്നൊരു ജമ്പ് അപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 3287 അവസാനിച്ച മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് എന്താ പറയുക, ജമ്പ് അപ്പ് ചെയ്ത് 3306 ആ റേഞ്ചിലൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് പോലും. 3306 റേഞ്ചിലായിട്ടായിരുന്നു. ഓക്കെ, സോ അത് ചിലപ്പം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം ഇപ്പോൾ മാർക്കറ്റ് 3345 താഴോട്ട് പോകുന്ന ഒരു സംഭവം കൂടെ നമ്മൾ കാണുന്നു. എവിടെയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 3330 ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ല എങ്കിൽ 3360 മുകളിലായിട്ട് പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എങ്ങാണ് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 3300 കിട്ടിക്കഴിഞ്ഞാൽ അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കി കളയാതിരിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ഈ ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഞാൻ അവർക്ക് ബാക്കി ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് ഞാൻ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.